ഇന്ന് നമ്മൾ ഇവിടെ വെച്ചാണ് കുക്ക് ചെയ്യാൻ പോണത്. ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തെന്നും പറഞ്ഞ് ഞാൻ വേറെ സ്ഥലത്തൊന്നും പോയിട്ടില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ അടുത്ത് തന്നെ പുഴയൊക്കെ ഉണ്ട്, നല്ല കാറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വെച്ചാണ് കുക്ക് ചെയ്യാൻ പോണത്. ഇന്ന് കുക്ക് ചെയ്യാൻ പോണത് താറാവാണ്. താറാവ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ല 3 താറാവിനെ മേടിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനില്ലേ ഇന്ന് ലാസ്റ്റായിട്ട് ഒരു ലൈഫ് ഓഫ് എ ന്യൂ യൂട്യൂബർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. ഞാനിവിടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് താറാവ് നമ്മുടെ താറാവ് ഇവിടെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ കട്ട് ചെയ്തത് ഞാനല്ല കേട്ടോ, അത് വെറും പ്രഹസനം മാത്രമായിരുന്നു. എബിച്ചനാണ് ഫുള്ള് കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ ലാസ്റ്റത്തെ റൗണ്ട് നമുക്ക് കുറച്ച് വിനീഗറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴുകാം. ഈ താറാവിന് ഒരു സ്മെല്ലുണ്ട്, ആ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. താറാവ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാം. ഇത് നാടൻ താറാവായതുകൊണ്ട് ഞാൻ ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. അല്ലാതെ വേവിച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറോളമൊക്കെ നമുക്ക് വേവിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇതിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ ഈ താറാവ് ഇടണം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 6 വിസിൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചത്. ആവശ്യത്തിന് വെള്ളം ഈ താറാവിൽ നിന്ന് വരും. ഇത്തിരി ഒഴിച്ചു കൊടുക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ബാക്കിയുള്ള വിസിലൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഈ ഉരുളി ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ എണ്ണ ഒഴിക്കാം. ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് ഈ തീയൊക്കെ കത്തിക്കാൻ കുറച്ച് പാടുപെട്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ ഞാൻ ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട്. ഞാൻ 2 ഫുള്ള് വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചതാണ്. ഞാൻ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പൊളിച്ച 100 ഉള്ളിയാണ് ഇട്ടത്. നമ്മുടെ നാടൻ കറിയുടെ ടേസ്റ്റ് വന്നെങ്കിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വേപ്പില. ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില ഇടുമ്പോൾ തന്നെ അതിൻ്റെ അടിപൊളി സ്മെല്ലൊക്കെ വരും. ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടൻ്റെ വൈഫാണ്. ചേട്ടൻ അവിടെ വിളിച്ചിരിപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പൊടികളിടാം. ഞാൻ അത് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. സാധാരണ മുളക് പൊടി. കൂടാതെ ടേസ്റ്റൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗരം മസാലയുടെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ടിടും. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി. പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
താറാവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേണ്. ഇതിലേക്ക് ചതച്ച കുരുമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കി കൊടുക്കണം കേട്ടോ, വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതൊന്ന് കുറുകി വരണം. ഇല്ല, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിബി ഉപ്പൊക്കെ ആയാന്ന് നോക്കിയൊന്ന്. യാ ഊതിട്ട് ഉപ്പുണ്ടോ? എന്തെങ്കിലും ഇടണ അതിന്? എരിവൊക്കെ ഉണ്ടോ? ഈ ചെറിയുള്ളി മാത്രം ഇട്ടത് കൊണ്ട് ഈ കറിയുടെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും മടിയായിരിക്കും. എനിക്കും നല്ല മടിയാണ് ഈ ചെറിയുള്ളി പൊളിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ ഈ കറിയുടെ ഒരു ടേസ്റ്റ് ഓർത്തിട്ട് ഞാൻ എല്ലാ സൈറ്റും അങ്ങോട്ട് ഇരുന്ന് തച്ചിനിരുന്ന് പൊളിച്ചതാണ്. അത് നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ അറിയാം സവാള ഇടുമ്പോഴും ഉള്ളി ഇടുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി തന്നെയുണ്ട്. ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ളവർ ഇവിടെ നല്ല രസമുണ്ട്. ഇപ്പോൾ അതേ സൂര്യനൊക്കെ അസ്തമിച്ച് തന്നെയുണ്ട്. നമുക്ക് വൈകുന്നേരം ഈ ചായ കുടിക്കാനൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിനി വേറെ വേറെ സ്ഥലത്തൊക്കെ പോയിട്ടൊക്കെ കുക്ക് ചെയ്യാം. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ ശരിയായിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പ്ലേറ്റ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇതേ ബിബി വാഴല പൊട്ടിക്കാൻ അപ്പുറത്തെ പറമ്പിൽ പോയിട്ടുണ്ട്. അതും കൊണ്ടുവരുമെങ്കിൽ നമുക്ക് അതിലിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലൊക്കെ ഇട്ട് കഴിക്കാം. വാഴലേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. കഴിച്ചോക്ക് കഴിച്ചോക്ക്. ഞാനാദ്യം ചൂടുണ്ട് കേട്ടാ, ചൂടുണ്ട്. ഞാൻ പിച്ചനും കഴിച്ചോക്ക്. കൊള്ളാട്ടോ. എബിച്ചൻ കഴിക്കി. കയ്യിലൊക്കെ ഫുള്ള് വന്ന സൂപ്പർ. ശരിക്കും നല്ല ടേസ്റ്റ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നല്ല വിവിധ ഒളിച്ചിരുന്ന് തിന്നണ്. ഇനി അടുത്ത ഒരു അടിപൊളി ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടാറ്റാ ടാറ്റാ ടാറ്റാ.